അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അടുത്തൊരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷത്തേക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം അത് നമുക്കൊരു 20 വയസ്സിലോ അല്ലെങ്കിൽ 25 വയസ്സിലോ ഒക്കെ വിചാരിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വിഷൻ ബോർഡാണ് കാണുന്നത്. ഒരു ചാർട്ടിൽ നിങ്ങൾ എന്താണോ ആവാൻ ഉദ്ദേശിച്ചത് അതിന് വളരെ ക്ലാരിറ്റി നൽകുന്ന രീതിയിലുള്ള ഫോട്ടോസ് നിങ്ങൾ അവിടെ ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിത്രം ആ രൂപത്തിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത് തന്നെ കാണുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങൾ ഉപബോധ മനസ്സ് അതിലേക്ക് അത് നിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നമ്മളൊരു അലസനായ ആളാണെങ്കിൽ പോലും ഇത് ചെയ്യണം എന്ന് റിപ്പീറ്റഡ്ലി നമ്മളെ മനസ്സ് കാണുകയാണ്. അപ്പോൾ അത് എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഒരു ചെറിയ ശതമാനമെങ്കിലും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടി വരും. അത് നമ്മളെ വിജയത്തിന് അല്ലെങ്കിൽ നമ്മളെ ഗ്രോത്തിനെ വലിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഒരു വിഷൻ ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. അത് 20 വയസ്സുള്ള ആളുകളൊക്കെ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്യുക സൂക്ഷ്മമായിട്ട്. അതായത് അതൊരു അച്ചീവബിളായിട്ട് നിങ്ങൾക്കും തോന്നണം. തീരെ നടക്കാത്തതെന്നല്ല, 5 വർഷം 10 വർഷം അങ്ങനെ ആ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ട് പിന്നെ ആ 5 വർഷത്തിന് നിങ്ങൾ വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്ത് 1, 2, 3 വർഷം. അപ്പോൾ ക്ലാരിറ്റി വേണം. ചില ആളുകളൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ പോകുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂവർ ഇവരോട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എവിടെ എത്താനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ആക്ച്വലി അവർക്ക് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് 20 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ മുമ്പിൽ ഒന്നും ഉണ്ടാവില്ല. എന്താണോ ചെയ്യേണ്ടത്? ഏത് ജോലിയും മഹത്തരമാണ്, ഏത് പ്രൊഫഷനും അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഇൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോയിട്ട് നമ്മൾ അതിലെ സ്കിൽ സെറ്റ് അടിപൊളിയാക്കി ചെയ്ത് മാസ്റ്റർ ആവണം. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞ് എന്താവണമെന്ന് ഇപ്പോൾ ഒന്ന് ചിന്തിക്കുക. അത് സംഭവിക്കാൻ വേണ്ടി ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അത്തരം ആളുകളെ നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങും. അത്തരം സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും. താങ്ക്